സ്റ്റുഡൻസ്, SSLC ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിവിടെ യൂണിറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 3ലെ ചാപ്റ്റർ 1 അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഒരു കവിതയുടെ മീനിങ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇന്ന് ആ ഒരു കവിതയെ ആസ്പദമാക്കി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അക്കാൽ ഔർ ഉസ്കെ ബാദ്, അതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു. അക്കാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, അതുപോലെ ഉസ്കെ ബാദ് ക്ഷാമം അതിനുശേഷവും എന്താണെന്നുള്ളതാണ് കവിതയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഠേം ഔർ ചർച്ച കരേം. कई दिनों तक चूल्हा रोया, चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास. चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? അടുപ്പ് കരയുക, അതുപോലെ ആട്ടുകല്ല് ദുഃഖിതയാവുക. ഇതിന്റെ അർത്ഥം എന്താണ്? മത്ലബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആശയം എന്താണ്, അർത്ഥം എന്താണെന്നൊക്കെ പറയാം. ഓക്കെ, ചൂൽഹ അധികാംശ സമയം ജൽത്താ രഹ്താ ഹെ. അടുപ്പ് അധിക സമയം എന്താണ്? കത്തിക്കൊണ്ടിരിക്കും. ഉസ്കാ രോനെ കാ മത്ലബ് ഹെ ഉസ്മേ ഖാന നഹി പകാത്താ ഹെ. അത് കരയുക എന്നതിന് അർത്ഥം എന്താണ്? അടുപ്പ് കരയുക എന്ന് പറഞ്ഞാല് ഉനെ ഖാന നഹി പകാത്താ ഹെ, അതില് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്നാണ്. ചക്കി മേ ധാന പിസ്തി ഹെ. ചക്കിയിൽ ആട്ടുകല്ലിലാണെങ്കിലോ അരി പൊടിക്കുകയാണ് ചെയ്യുക. അകാൽ കെ കാരണം ഗർമേ ധാന തോ നഹി ഹെ. ക്ഷാമ കാരണം വീട്ടില് ധാന്യങ്ങളില്ല. അത് ദുഃഖി ഹെ അർത്ഥാത് ബേക്കാർ പടി ഹുയി ഹെ. അപ്പോൾ അത് ദുഃഖിതയാണ് എന്നതിനർത്ഥം എന്താണ്? അത് ബേക്കാർ പടി, അത് ഉപയോഗമില്ലാതെ അവിടെ കിടക്കുകയാണ്, അതിന് പണിയൊന്നും ഇല്ലാതെ അത് അവിടെ കിടക്കുകയാണ് എന്നർത്ഥം. ഓക്കെ, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों को भी हालत रही शिकस्त. ये पंक्तियों किस हालत की ओर इशारा करती है? കുറെ ദിവസം, കുറെ നാളുകളോളം ഭിത്തിയിലെ പല്ലികൾ എന്താണ് റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നു. അതുപോലെ കുറെ കാലത്തോളം എലികളുടെ അവസ്ഥയും പരിതാപകരമായിരുന്നു. ഈ വരികൾ എന്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ്? എന്ത് അവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ക്ഷാമകാലത്തെ അവസ്ഥ അല്ലെ? घर की बुरी हालत है, വീട്ടില് മോശം അവസ്ഥയാണ്. खाने के लिए कुछ भी नहीं है, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. यदि घर में खाना होता तो छिपकलियों और चूहे को कुछ खाने को मिलता है. വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലാണ് പല്ലികൾക്കും എലികൾക്കും എന്തെങ്കിലും കഴിക്കാൻ കിട്ടുക. ये दोनों भूख के कारण बहुत परेशान है. ഇവർ രണ്ടുപേരും വിശപ്പ് കാരണം, ഭൂഖ് എന്ന് പറഞ്ഞാൽ വിശപ്പ് കാരണം വളരെ പരേശാനാണ്. ये पंक्तियां अकाल की तीक्ष्णता की और इशारा करती है. ഈ വരികള് ക്ഷാമത്തിന്റെ തീക്ഷ്ണത എന്ന് പറഞ്ഞാല് കടുപ്പത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ക്ഷാമകാലം എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്നാണ് ഈ വരികൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. नेक्स्ट क्वेश्चन. दाने आए घर के अंदर कई दिनों के बाद, दुआ उड़ा आंगन से ऊपर कई दिनों के बाद. ധാന്യങ്ങൾ വന്നു വീട്ടിൽ കുറെ ദിവസത്തിന് ശേഷം, അതുപോലെ തന്നെ വീടിന്റെ മുറ്റത്ത് പുക ഉയർന്നു കുറെ ദിവസത്തിന് ശേഷം. ഇൻ പങ്ക്തിയോं से कवि क्या कहना चाहता है? ഈ വരികളിലൂടെ കവി എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയാണ് അല്ലെ? കവി അകാൽ കെ ബാദ് കി അവസ്ഥ കാ വർണ്ണൻ കർത്തേ ഹെ. കവി ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയാണ് വർണ്ണിക്കുന്നത്. घर में धाने आए, വീട്ടിലെ ധാന്യങ്ങൾ വന്നു. गाना पकाने के लिए चूल्हा जला दिया, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചു. और छत से धुआं ऊपर उड़ा, അതുകൊണ്ട് തന്നെ ഛത്തിൽ നിന്ന്, അതായത് നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് എന്ത് വന്നു? പുക ഉയർന്നു. അതായത് ഭക്ഷണം അവിടെ പാകം ചെയ്യാൻ തുടങ്ങി അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കവിനെ അകാൽ കാ ചിത്രം കിസ് പ്രകാർ കിയ, ചർച്ച കരെ. ക്ഷാമത്തെ കുറിച്ച് കവി എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അക്കാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം അല്ലെങ്കിൽ വളർച്ച. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ചൂലേക്ക രോന, അടുപ്പ് കരയുക അല്ലെ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ചക്കി കാ ഉദാസ് രഹ്ന, തിരികല്ല് അല്ലെങ്കിൽ ആട്ടുകല്ല് ദുഃഖിക്കുക. ബീത് പർ ചിപ്കലിയോം കി ഗശ്ത്, ഭിത്തിയിൽ പല്ലികളുടെ അലഞ്ഞു തിരിയൽ. ഷിക്കസ്ത് ഹാലത്ത് വാലെ ചൂഹെ, ദുസ്ഥിതിയിലുള്ള എലികൾ. ഓക്കെ, അപ്പൊ ഇതിനെ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഴുതാം. അക്കാൽ മേ ഘർ കി ഹാലത്ത് ബുരി തി, ക്ഷാമകാലത്ത് വീട്ടിലെ അവസ്ഥ മോശമായിരുന്നു. കൈ ദിനോം സെ ഘർ മേ ചൂല നഹി ജല, കുറെ ദിവസമായിട്ട് വീട്ടിലെ അടുപ്പ് കത്തിച്ചില്ല. घर में दाना न होने के कारण चक्की के लिए कोई काम नहीं था. വീട്ടിൽ ധാന്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ചക്കി ആട്ടുകല്ലിന് പണിയൊന്നുമില്ലായിരുന്നു. കാം എന്ന് പറഞ്ഞാൽ ജോലി, പണി.
വ ഉദാസ് തി, അവ ദുഃഖിതയായിരുന്നു. ഭൂക്ക് കെ കാരൺ ചിപ്കലിയോം ദീവാർ പർ ഗശ്ത് കർണേ ലഗി. ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ് കാരണം എലി, പല്ലികൾ ഭിത്തിയിൽ, ദിവാർ എന്ന് പറഞ്ഞാൽ ഭിത്തി, ഭിത്തിയിൽ റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നു. ചൂഹേ ബി ബുരി ഹാലത് മേം ദേ, എലികളും വളരെ മോശം അവസ്ഥയിലായിരുന്നു. കവിനെ ചൂഹ, ചക്കി, കുത്തിയ, ചിപ്കലിയോം, ചൂഹെ ആദി ബിംബോം കെ ദ്വാര അകാൽ ഔർ ഭൂക്ക് की भीषण स्थिति का वर्णन किया है. കവി എലികൾ, അടുപ്പ്, അതുപോലെ തന്നെ ആട്ടുകല്ല്, പെൺപട്ടി, അതുപോലെ പല്ലികൾ ഇവയൊക്കെ ബിംബങ്ങളാക്കിയെടുത്ത് എന്താണ് ക്ഷാമകാലത്തെ പട്ടിണിയും അതായത് വിശപ്പിന്റെയും ദുരവസ്ഥയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഓക്കെ, नेक्स्ट क्वेश्चन, कवि ने अकाल के बाद की हालत का चित्रण किस प्रकार किया है, ചർച്ച करें. ക്ഷാമത്തിന് ശേഷമുള്ള കാലത്തിനെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അകാൽ കെ ബാദ്, ക്ഷാമത്തിന് ശേഷം, ഘർ കെ അന്തർ ദാനെ കാ ആന, എന്താണ് വീട്ടിനുള്ളിൽ ധാന്യം വരിക. നെക്സ്റ്റ്, ആംഗൺ കെ ഊപ്പർ ദുയേം കാ ഉഡ്ന, മുറ്റത്ത് നിന്ന് പുക ഉയരുക. ഘർ ഭർ കി ആംഖോം കാ ചമക് ഉഡ്ന, വീട്ടിലെ കണ്ണുകളൊക്കെ തിളങ്ങുക. കൗവേ കെ പങ്കോം കാ ഗുജൽന, കാക്കകൾ ചിറക് ചൊറിയുക. ഇനി അത് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അകാൽ കെ ബാദ് ഘർ കെ അന്തർ ദാനെ ആയ, ക്ഷാമത്തിന് ശേഷം വീട്ടിലെ ധാന്യങ്ങൾ വന്നു. കൈ ദിനം കെ ബാദ് ആംഗൺ മേ ദുആ ഊപ്പർ ഉഡ, കുറെ ദിവസങ്ങൾക്ക് ശേഷം മുറ്റത്തെ പുക ഉയർന്നു. മത്ലബ് ഹേ കി ഘർ മേ ഖാന പക്കാനെ ലഗ, അതിനർത്ഥം വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. കൈ ദിനം കെ ബാദ് ഘർ ഭർ കി ആംഖോം ചമക് ഉടി, കുറെ ദിവസത്തിന് ശേഷം വീട്ടിലെ എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. അർത്ഥാത് സബ് ഖുഷ് ഹുയി, അതിനർത്ഥം എല്ലാവരും സന്തോഷമായി. കൈ ദിനം കെ ബാദ് കൗവേനെ ബി അപ്നി പങ്കോം ഗുജലായി, കുറെ ദിവസത്തിന് ശേഷം കാക്കയും തന്റെ ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. ഖാനെ കോ കുച്ച് മിൽനെ കെ കാരൺ വേ ബി സന്തുഷ്ട് ദേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് കിട്ടിയത് കൊണ്ട് അവരും സന്തുഷ്ടരായിരുന്നു. അകാൽ നഹി, ഇപ്പൊ ക്ഷാമമില്ല. സ്ഥിതി ബദൽ ഗൈ, സ്ഥിതി മാറി. ഗർമേ ധാനേ ഹെ, വീട്ടിലെ ധാന്യങ്ങളുണ്ട്. മനുഷ്യക്ക് ഹതാശ ദൂർ ഹുയി, മനുഷ്യരുടെ പ്രയാസങ്ങള് അല്ലെങ്കിൽ നിരാശ എന്തായി, ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ ദൂരെ പോയി. ഗാന ഖാക്കർ ഖുഷ് രഹ്താ ഹെ, അവർ ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷത്തിലാണ്. ഉസ്കെ സാത്ത് പ്രകൃതി കെ അന്യ പ്രാണി ഭി ഖുഷ് ഹെ, അവരുടെ കൂടെ തന്നെ പ്രകൃതിയിലെ മറ്റ് പ്രാണികളും ജീവജാലങ്ങളും സന്തുഷ്ടരാണ്, സന്തോഷത്തിലാണ്. ഓക്കെ, नेक्स्ट क्वेश्चन, चर्चा करें. कविता में कई दिनों तक और कई दिनों के बाद दोहराने का तात्पर्य क्या हो सकता है. ഈ കവിതയില് കൈ ദിനം തക്, കുറെ കാലത്തോളം, അതുപോലെ തന്നെ കൈ ദിനം കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം, ഈ രണ്ട് വേർഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ താല്പര്യം എന്താണെന്നാണ്, അതെന്തിനാണ് അങ്ങനെ കൊടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. കൈ ദിനം തക് അകാൽ, കുറെ ദിവസത്തോളം, കുറെ കാലത്തോളം എന്തായിരുന്നു, ക്ഷാമമായിരുന്നു. പ്രത്യേകിച്ച് ഈസ് ഔർ പ്രാണി में उसका प्रभाव कई दिनों तक बना रहा, വസ്തുക്കളിലും അതുപോലെ തന്നെ പ്രാണികളിലും അതിന്റെ പ്രഭാവം, അതായത് ക്ഷാമത്തിന്റെ പ്രഭാവം കുറെ ദിവസത്തോളം നിന്നു. കൈ ദിനം കെ ബാദ് ഖുശ്ലാഹി ആയി, കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്താണ്, സന്തോഷം വന്നു. ഉസ്കാ ഭി വൈഭവ് ഹരേക് മേ പ്രകട് ഹുവ, അതിന്റെ വൈഭവവും അതിന്റെ പ്രഭാവവും എല്ലാവരിലും प्रकटमाई. दोनों परिस्थितियों में प्रत्येक की हालत का चित्रण करने के लिए कवि ये शब्द दोहराते हैं. ഈ രണ്ട് പരിസ്ഥിതിയിലും എങ്ങനെയാണ് ഓരോ ആൾക്കാരിലും അത് അവസ്ഥയെ, ഓരോ ആൾക്കാരുടെ അവസ്ഥയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് വേർഡുകളും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ക്ഷാമം ഉണ്ടാകുമ്പോഴും അത് കുറച്ച് കാലത്തേക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ ക്ഷാമത്തിന് ശേഷം നല്ല അവസ്ഥ വരുന്ന സമയത്തും അതും കുറച്ച് കാലത്തോളം ഉണ്ടാകും അല്ലെ. അതാണ് ഈ രണ്ട് വേർഡുകളിലൂടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിതാക്കി പ്രാസംഗികത പർ ടിപ്പണി ലിഖിൻ. കവിതയുടെ പ്രാസംഗികതയെ കുറിച്ച് ടിപ്പണി എഴുതാനാണ്. ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ്, കുറിപ്പ് അല്ലെങ്കിൽ ആസ്വാദന കുറിപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നന്നായി പഠിച്ചു വെക്കുക. ഈ കവിതയിലെ ഏതെങ്കിലും 4 ലൈൻ തന്നിട്ട് ആസ്വാദന കുറിപ്പ് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ കവിതയുടെ ആശയം എന്താണ് ടിപ്പണി എഴുതാൻ ചോദിക്കാം. അപ്പൊ ഈ ആൻസർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. അപ്പൊ ഹെഡിങ് കൊടുക്കാം ടിപ്പണി എഴുതുമ്പോൾ. അകാൽ ഔർ ഉസ്കെ ബാദ്, കവിതയുടെ പേര് തന്നെ കൊടുക്കാം. അകാൽ ഔർ ഉസ്കെ ബാദ് പ്രസിദ്ധ കവി നാഗാർജുൻ की कविता है. അപ്പൊ നമ്മളൊരു കവിതയുടെ ആശയം എഴുതുമ്പോൾ അതിന്റെ കവി ആരാണ്, കവിയെ കുറിച്ച് വേണമെങ്കിൽ 2 ലൈൻ എഴുതാം, കവിതയുടെ സന്ദേശം എഴുതാം. ഓക്കെ, അപ്പോഴാണ് ടിപ്പണി കംപ്ലീറ്റ് ആവുക. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറയുന്നത് പ്രസിദ്ധനായ കവി നാഗാർജുന്റെ കവിതയാണ്.
किसी भी काल में किसी भी जगह पर किसी भी कारण से अकाल होने की संभावना है. അതായത് ഏതെങ്കിലും ഒരു കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം, ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം, അതുപോലെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ക്ഷാമം ഉണ്ടാവാം അല്ലെ. നമ്മൾ പറഞ്ഞ ക്ഷാമം ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. യുദ്ധം, പ്രകൃതി നശീകരണം, പ്രകൃതി ദുരന്തങ്ങൾ, ഇവ മൂലമൊക്കെ ക്ഷാമം ഉണ്ടാവാം. മാനവ് കോ ഹി നഹീം സബി പ്രാണിയോം കോ സംകട്ട് മേ ഡാൽത്താ ഹെ. ഈ ക്ഷാമം എന്ന് പറയുന്നത് മനുഷ്യരെ മാത്രമല്ല, മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ല എല്ലാ പ്രാണികളെയും സങ്കടത്തിലാക്കുന്നു. അത്ര തഥാ പാനി കെ ബിനാ സബ് വിവശ് ഹോ ജാത്തെ ഹെ. വെള്ളമില്ലാതെ എല്ലാവരും ദുഃഖത്തിലാവുന്നു. ലോക് ഈ സങ്കട് സെ ബച്നെ കാ പ്രയാസ് കർത്തെ ഹെ. ഈ ഒരു സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആൾക്കാര് പരിശ്രമിക്കുന്നു. ദൂസരോം സെ ഭി മദദ് ലേത്തെ ഹെ. മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടുന്നു. മദദ് എന്ന് പറഞ്ഞാൽ സഹായം. ഇസ്കെ ഫൽ ഖരൂബ് അകാൽ സെ ധീരെ ധീരെ മുക്തി പാക്കർ ഖുഷ് ഹോ ജാത്തെ ഹെ. ഇതിന്റെ ഇതിന്റെ അവസാനം എന്ത് സംഭവിക്കുന്നു? മെല്ലെ മെല്ലെ ഈ ഒരു ക്ഷാമത്തിൽ നിന്ന് എല്ലാവരും മുക്തരാകുന്നു, എന്നിട്ട് സന്തോഷത്തിലാകുന്നു. അർത്ത് അകാൽ की भीषणता तथा उसके बाद की खुशहाली का चित्रण करने वाली ये कविता सभी कालों में प्रासंगिक है. അതായത് ക്ഷാമത്തിന്റെ ഭീഷണിയും അതുപോലെ തന്നെ അതിന്റെ അവസാനം ഉണ്ടാവുന്നതിന് ശേഷം ഉണ്ടാവുന്ന സന്തോഷവും ഈ ഒരു കവിതയിലൂടെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലെ. ഇത് എല്ലാ കാലത്തും പ്രാസംഗികമാണ്, എല്ലാ കാലത്തും ഇത് പ്രായോഗികമായിട്ടുള്ള ഒരു കവിതയാണ്. അതായത് ഏത് കാലത്തും ക്ഷാമം വരാം, അതുപോലെ തന്നെ ക്ഷാമത്തിന് ശേഷമുള്ള ഒരു അവസ്ഥയും ഉണ്ടാവാം. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അല്ലെ. ഓക്കെ, അപ്പൊ ഈ ആശയം നന്നായി മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂല और ചക്കി ക്യോ ബഹുത് ദുഃഖി ഹെ. ചൂലയും അതായത് അടുപ്പും ആട്ടുകല്ലും എന്തുകൊണ്ടാണ് ദുഃഖിതരായിരുന്നത്? അക്കാൽ കെ സമയ ഗർമേ ധാനാ നഹി ഹോനെ കെ കാരണം ചൂല ന ജലായ. ക്ഷാമം കാരണം വീട്ടില് ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിച്ചില്ല. ചക്കി മേ പീസ്നെ കെ ലിയെ ഗർമേ ധാനാ നഹീദ. ആട്ടുകല്ലില് പൊടിക്കാൻ വേണ്ടി ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവർ ദുഃഖിതരായിരുന്നത്. നെക്സ്റ്റ് ഒരു പോസ്റ്റർ ആണ്. पानी नहीं तो खाना नहीं, जल संरक्षण का संदेश देते हुए പോസ്റ്റർ बनाए. ജലസംരക്ഷണത്തെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റർ നമ്മൾ എഴുതുന്ന സമയത്ത് മിനിമം വേർഡ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പിക്ചർ ചേർക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ജലസംരക്ഷണത്തെ കുറിച്ചുള്ള പോസ്റ്ററാണ്. അപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്നതിനെ കുറിച്ച് പിക്ചർ വരച്ചിട്ടുണ്ട് അല്ലേ. പാനി നഹി തോ ഖാന നഹി, വെള്ളമില്ലെങ്കിൽ ഭക്ഷണമില്ല. ജൽഹേ തോ കൽഹേ, വെള്ളമുണ്ടെങ്കിലാണ് നമുക്ക് നാളെയും ഉണ്ടാവുക. പാനിക്കോ ബർബാദ് മത് കരോ, വെള്ളത്തെ നശിപ്പിക്കരുത്. അങ്ങനെ 2-3 സ്ലോഗൻസും കൂടി നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതി കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അകാൽ ഔർ ഉസ്കെ ബാദ്, അതിന്റെ സാരാംശം. ഇതിന്റെ സാരാംശം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ടിപ്പണി പറഞ്ഞില്ലേ, അതന്നെയാണ്. ഹിന്ദി കെ മഹാൻ കവി നാഗാർജുൻ കി കവിത. നാഗാർജുൻ എന്ന കവിയുടെ കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ കെ കാരണം ഗർമേ അനാജ് നഹീം, ക്ഷാമ കാരണം വീട്ടിൽ അനാജ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ വസ്തുക്കളില്ല. ചുൽഹാരോയ, അടുപ്പ് കരഞ്ഞു. ചക്കി ഉദാസ്തി, ആട്ടുകല്ല് സങ്കടത്തിലാണ്. ചുൽഹ ഔർ ചക്കി കെ പാസ് കാനി കുത്തിയാ റോയി, അടുപ്പിന്റെ അടുത്തിരുന്നിട്ട് പെൺപട്ടി കരഞ്ഞു. ചൂഹെ ഔർ ചിക്കലിയോം ഖാന ന മിൽനെ കെ കാരൺ നിരാശ്തേ, എലികളും പല്ലികളും ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് നിരാശരാണ്. കൈ ദിനം കെ അക്കാൽ കെ ബാദ് ഗർമേ ദാനെ ആയി, കുറെ ദിവസത്തെ ക്ഷാമത്തിന് ശേഷം വീട്ടിൽ ധാന്യങ്ങൾ വന്നു. ഗർക്കെ ഊപ്പർ ദുആ ഉഠ്നെ ലഗ, വീടിന്റെ മുകളിലെ പുക ഉയർന്നു. ഖുഷി സെ ഗർക്കെ ലോഗ് കി ആംഖേം ചമക്നെ ലഗി, സന്തോഷം കൊണ്ട് വീട്ടിലെ ആൾക്കാരുടെ കണ്ണുകൾ തിളങ്ങി. കൗവെ ഗർക്കെ പാസ് ആക്കർ പാങ് ഗുജൽനെ ലഗെ, വീട്ടിലെ അടുത്ത് വന്നിട്ട് കാക്കകൾ ചിറകുകൾ ചൊറിയാൻ തുടങ്ങി. സാരി ജഗഹോം പർ ഖുഷി വ്യാപ്ത് ഹോനെ ലഗി, എല്ലാ സ്ഥലത്തും സന്തോഷം നിറയാൻ തുടങ്ങി. സാരാംശം എന്ന് ചോദിക്കാം, അതുപോലെ ടിപ്പണി, അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ്. അതായത് ഈ കവിതയെ കുറിച്ച് എഴുതാൻ വന്നാല് ഈ ലൈൻസ് ഒക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ക്ഷാമവും അതിനുശേഷമുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ കവിതയുടെ ആശയം എഴുതാനാണ്. കവിതാംശിക ആശയിലേക്ക് ഇവിടെ 4 ലൈനാണ് തന്നിട്ടുള്ളത്, അതിന്റെ ആശയം എഴുതാനാണ് പറയുന്നത്. അങ്ങനെയും തരാം. ഓക്കെ, കൈ ദിനോം തക് ചുൽഹാ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കई दिनों तक लगी बीत पर चिक्कलियों की गश्त,
കൈ ദിനം തക് ചൂഹേ കോബി ഹാലത് രഹി ഷിക്കസ്ത്. ക്ഷാമകാലത്തെ അവസ്ഥയാണ് ഈ 4 ലൈൻ സൂചിപ്പിക്കുന്നത് അല്ലെ. 4 ലൈനാണ് തന്നതെങ്കിലും നമ്മൾ ഹെഡ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് കവിത ഏത് കവിയുടേതാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതുന്നെങ്കിൽ എഴുതാം. അതുപോലെ കവിതയിലെ സന്ദേശം കൂടി കൂട്ടിച്ചേർക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ये कवितांश आधुनिक हिंदी के महान कवि नागार्जुन की अकाल और उसके बाद नामक कविता से लिया गया है. അതായത് ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ മഹാനായ കവിയായ നാഗാർജുന്റെ അകാൽ और उसके बाद എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അകാൽ കാ സമയത്ത് ക്ഷാമകാലമായിരുന്നു. ഗർമേ കുച്ച് ബി അനാജ് നഹി ഹെ, വീട്ടിൽ ഒന്നും ഭക്ഷണ സാധനങ്ങളില്ല. ചുലേനെ ഖാന നഹി പക്കാത്ത, അടുപ്പ് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഇസ്ലിയെ വോ രോത്താ ഹെ, അതുകൊണ്ട് അത് കരയുന്നു. ചക്കി അനാജ് ന പീസ്നെ സെ നിരാശ് തി, അതായത് ആട്ടുകല്ലിൽ അരി പൊടിക്കാത്തത് കൊണ്ട് അത് നിരാശനായിരുന്നു. ചൂലെ और ചക്കി के पास लौटकर कानी कुतिया सोई, അടുപ്പിന്റെയും ആട്ടുകല്ലിന്റെയും അടുത്ത് പോയി പെൺപട്ടി ഉറങ്ങി. ചിക്കലിയോ और चूहे गाना ढूंढते समय निराश से घूमते थे, പല്ലികളും എലികളും ഭക്ഷണം തിരഞ്ഞുകൊണ്ട് നിരാശരായി ചുറ്റിക്കറങ്ങുകയാണ്. ഓക്കെ. അപ്പോൾ യൂണിറ്റ് 3ലെ ചാപ്റ്റർ 1 അകാൽ और उसके बाद എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ ചാപ്റ്ററിന്റെ ആശയം നന്നായി ടിപ്പണി എഴുതാൻ വേണ്ടി നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ചാപ്റ്റർ 2 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു.